നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ചില ആളുകളെക്കുറിച്ചുള്ള മോശമായ വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അവിശ്വസനീയമായി തോന്നാം. പ്രത്യേകിച്ചും സമൂഹത്തിൽ ഏവരുമേറെ ആദരിക്കുന്ന, മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന വ്യക്തികളെക്കുറിച്ച്. അങ്ങനെയൊരു വാർത്തയാണ് ഇന്ന് രാവിലെ മലപ്പുറത്തു നിന്നും കേൾക്കാൻ കഴിഞ്ഞത്. ഒരു തലമുറയ്ക്ക് പ്രചോദനമാകുന്ന, അതല്ലെങ്കിൽ ലഹരിക്കെതിരെ പ്രചരണം നടത്തുന്ന, വലിയ പോരാട്ടം നടത്തുന്ന ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥനെ കുറിച്ചുള്ള വാർത്തയാണ്. 16 വയസ്സുകാരിയെ ലോഡ്ജിൽ വെച്ച് പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് മുൻ പോലീസ് ഉദ്യോഗസ്ഥനും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ഫിലിപ്പ് മമ്പാടിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ചേവായൂർ പോലീസ് കൈമാറിയ പരാതിയിലാണ് നിലമ്പൂർ പോലീസ് ഫിലിപ്പിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. നിലമ്പൂരിലെ വീട്ടിൽ നിന്നും കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയ പ്രതി കാസർഗോഡ് വെച്ച് പീഡിപ്പിച്ചുവെന്നാണ് പരാതിയിൽ പറയുന്നത്. പ്രതിയെ ചേവായൂർ പോലീസിന് ഉടൻ കൈമാറും. കേസിൽ വിശദമായ അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചു. CV അനുമോദ് ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി. അനുമോദ്, ഇന്ന് രാവിലെ ഈ വാർത്ത കേട്ടപ്പോൾ വലിയ ഞെട്ടലുണ്ടായതാണ്. കാരണം ലഹരിക്കെതിരെ പോരാട്ടം നടത്തുന്ന പുതിയ തലമുറയ്ക്ക് നല്ല മാതൃക പകരുന്ന, നല്ല സന്ദേശങ്ങൾ പകരുന്ന ഒരു വ്യക്തിയാണ് ഫിലിപ്പ് മമ്പാട്. നമുക്കൊക്കെ സുപരിചിതനാണ്. കാരണം സോഷ്യൽ മീഡിയ സജീവമാണ്. മാധ്യമ രംഗത്തൊക്കെ ഈ ലഹരിക്കെതിരായ പോരാട്ടത്തിന് മുൻപന്തിയിലുള്ള വ്യക്തിയാണ് ഫിലിപ്പ് മമ്പാട്. ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരം ഒരു പ്രവൃത്തി, ഒരു പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്യുമെന്ന് കേൾക്കുമ്പോൾ തന്നെ ഞെട്ടലുണ്ടായ സംഭവമാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? പോലീസ് എന്താണ് പറയുന്നത്? അനുമോദ്. ടോം, ഒന്നാമതായിട്ട് ഇതിൽ പോലീസ് പറയുന്നത് ഇപ്രകാരമാണ്. 2025 സെപ്റ്റംബറിലാണ് ഈ ഒരു കേസിനാസ്പദമായ സംഭവം നടന്നിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ കുട്ടിക്ക് കൗൺസിലിങ്ങും മറ്റും ആവശ്യമായ സാഹചര്യമായിരുന്നു. അങ്ങനെ ആ കുട്ടിയെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത്, ഫിലിപ്പ് മമ്പാടിൻ്റെ അടുത്ത് കൗൺസിലിങ്ങിൽ എത്തിക്കുകയും ഫിലിപ്പ് മമ്പാട് ആ കുട്ടിയെ കാസർഗോഡും മറ്റും കൊണ്ടുപോയി ലൈംഗികമായിട്ട് പീഡിപ്പിച്ചു എന്നുള്ളതാണ് പരാതി. ഈ ഒരു സംഭവം സ്കൂളിൽ വെച്ച് നടത്തിയ കൗൺസിലിങ്ങിൽ കുട്ടി ചൈൽഡ് ലൈനെ അറിയിക്കുകയും അല്ലെങ്കിൽ അവരോട് വെളിപ്പെടുത്തുകയും തുടർന്ന് ചേവായൂർ പോലീസിന് മുമ്പാകെ പരാതി എത്തുകയും അങ്ങനെയാണ് ഈ ഒരു കേസ് അദ്ദേഹത്തിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നതും. നമുക്കത് പോക്സോ കേസ് ആയതുകൊണ്ട് നമുക്ക് മുഴുവൻ കാര്യങ്ങൾ പോലീസിൽ നിന്ന് ലഭ്യമാവാനും അതുപോലെ പങ്കുവയ്ക്കാനും പരിമിതികളുണ്ട്. പക്ഷേ കേസ് ഇൻ എ നട്ട്ഷെൽ എന്ന് പറയുമ്പോൾ ഏറ്റവും ചുരുക്കത്തിൽ ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇനി ഇതിൽ 2 തരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ ആ വാർത്ത പുറത്തുവിടുമ്പോൾ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട സംശയം ഇതൊക്കെ ഉള്ളതാണോ എന്നുള്ളതാണ്. നമുക്കതിനെക്കുറിച്ചൊന്നും പറയാൻ കഴിയുകയില്ല. പക്ഷേ അദ്ദേഹത്തെ പോലെ സാമൂഹ്യ മാധ്യമങ്ങളിലും വേദികളിലും ഇത്രയും അധികം ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വ്യക്തി ഇത്തരത്തിൽ, അതും ദീർഘകാലം പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന 2023 അദ്ദേഹം പോലീസിൽ നിന്ന് വോളണ്ടറി റിട്ടയർമെൻറ്റ് വാങ്ങിയിരിക്കുന്നതെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞു എൻ്റെ ഓർമ്മയിൽ. അങ്ങനെയുള്ളൊരു വ്യക്തി ഒരു പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയാക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും സംശയങ്ങൾ ഒരുപാടുണ്ട്. ഇത് ഏറ്റവും അധികം ഇപ്പോൾ ദുരുപയോഗം ചെയ്യുന്ന ഒരു വകുപ്പ് കൂടിയാണ് പോക്സോ എന്ന് നമ്മളൊക്കെ പലപ്പോഴായി കാണുകയും കേൾക്കുകയും ചെയ്തൊരു കാര്യം കൂടിയാണെന്നിരിക്കെ പല സംശയങ്ങളും ഉയരുന്നുണ്ട്. പക്ഷേ നമുക്ക് നിലവിൽ പോലീസ് പറയുന്നത് മാത്രമാണ് ഇപ്പോൾ വെളിപ്പെടുത്താനോ അല്ലെങ്കിൽ അറിയിക്കാനും കഴിയുന്ന ഒരേ ഒരു കാര്യം. ഇത് സംബന്ധിച്ചുള്ള അറസ്റ്റ് നടപടികൾ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. ഈ കേസ് ചേവായൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് കൈമാറുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ആ പ്രൊസീജിയറൊക്കെ പൂർത്തിയായതിനു ശേഷമേ അറസ്റ്റും മറ്റ് കാര്യങ്ങളിലേക്കും കടക്കൂ എന്നാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നും അറിയാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം. എന്നാണെങ്കിലും ഈ അതിജീവിതയുടെ അവരുടെ ഐഡൻറ്റിറ്റിയും അവരുടെ ഈ കാര്യങ്ങളൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണെന്നിരിക്കെ ഈ ഒരു കേസ് വലിയ തോതിൽ തന്നെ ചർച്ചയാകുന്നത് ഇതിൽ പ്രതിയാക്കപ്പെട്ട ആൾ മുൻ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ പൊതുവേദികളിലും ലഹരിക്കെതിരെയും ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്കെതിരെയും പടപൊരുതുന്ന, അല്ലെങ്കിൽ സ്വന്തം ജീവിതം തന്നെ അതിനു വേണ്ടി മാറ്റിവെക്കുന്ന തരത്തിൽ പെരുമാറുന്ന ഒരു വ്യക്തിയാണ് എന്നത് കൂടി കൊണ്ട് തന്നെയാണ് ഇതിലേറ്റവും ഈ വാർത്ത തീർച്ചയായും അതാണ് അനുമോദ് സൂചിപ്പിച്ചതുപോലെ പരാതിയെക്കുറിച്ച് ഞെട്ടിപ്പിച്ചൊരു കാര്യം. കാരണം ഈ ഫിലിപ്പ് മമ്പാടിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഒരു കാലത്ത് മദ്യത്തിനടിമയായിരുന്ന വ്യക്തി, പിന്നീട് സ്വന്തം ജോലി പോലും ഈ ലഹരിക്കെതിരായ പോരാട്ടത്തിന് വേണ്ടി ഉപേക്ഷിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ. അങ്ങനെയാണ് അദ്ദേഹം വാർത്തകളിൽ ഇടം നേടിയത്. ലഹരിക്കെതിരായിട്ടുള്ള
നമ്മുടെയൊക്കെ പല ക്യാമ്പയിനുകളിലും ഫിലിപ്പ് മമ്പാട് പങ്കെടുത്തിട്ടുമുണ്ട്. അങ്ങനെ മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്ന, മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന ഒരു വ്യക്തിയിൽ നിന്നും ഇത്തരമൊരു സംഭവം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അതൊരു തെറ്റായ സന്ദേശമാണ്, പ്രത്യേകിച്ചും പുതിയ തലമുറയ്ക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക്. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിലൊരു വ്യക്തത വേണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. കാരണം അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടി വേണം. അത് എത്ര ഉന്നതനാണേലും ഏത് രീതിയിലുള്ള സമൂഹത്തിൽ വലിയ പേരും പ്രശസ്തിയുള്ള വ്യക്തിയാണേലും. പക്ഷേ ഇക്കാര്യത്തിലൊരു വ്യക്തത എന്താണെങ്കിലും ആവശ്യമാണ്. കാരണം ഇത് എങ്ങനെയാണ് ഈ പീഡനം ഉണ്ടായത്, ഈ പെൺകുട്ടി ഇതെവിടെ വെച്ചാണ് പീഡനത്തെക്കുറിച്ച് വെളിപ്പെടുത്തൽ നടത്തിയത്, ഈ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ഇതിൽ FIRൻ്റെ മറ്റ് വിശദാംശങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ടോ? ഇത് ഒരു പോക്സോ കേസ് ആയതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും ഇതിലെ പല വിവരങ്ങളും പോലീസ് മാധ്യമങ്ങൾക്ക് നൽകില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയൊരു പ്രതിസന്ധി. അത് ആ അതിജീവിതയുടെ സ്വകാര്യത, ആ പരാതിക്കാരി അവരുടെ സ്വകാര്യതയെ ബാധിക്കുന്നതാണ് എന്നതുകൊണ്ട് അത്തരത്തിലുള്ള വിശദാംശങ്ങളൊന്നും പോലീസിൻ്റെ ഭാഗത്ത് ലഭ്യമായിട്ടില്ല. രണ്ടാമത് ചേവായൂരാണ് ഇത് സംബന്ധിച്ച് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അത് സംബന്ധിച്ചുള്ള നടപടികൾ, ഇത് നിലമ്പൂരിലേക്ക് മാറ്റാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. അപ്പോഴും ഓൺ പ്രോസസ്സ് എന്നാണ് പോലീസ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് കാര്യങ്ങളിലും FIRൻ്റെ വിശദാംശങ്ങളും പരാതി വിശദാംശങ്ങളും നമുക്ക് ലഭ്യമാകുന്നതിന് പരിമിതിയുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഈ വിവരവുമായി ബന്ധപ്പെട്ട് പല ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ പോലീസ് തിരിച്ചിങ്ങോട്ട് ചോദിക്കുന്നൊരു കാര്യം, ഒരു പോലീസുകാരനെതിരെ ഇത്തരത്തിലൊരു നടപടി പോലീസ് എടുക്കണമെങ്കിൽ അതിൽ കൃത്യമായ എന്തെങ്കിലും തെളിവുകളോ അല്ലെങ്കിൽ അത്തരത്തിൽ വിശ്വസനീയമായ രീതിയിലുള്ള പരാതികളോ വേണം എന്നൊരു വിശദീകരണമാണ് പല പോലീസുകാരും അനൗദ്യോഗികമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളോട് പറയുന്നത്. അതേ സമയം തന്നെ അതിനൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ ഒരു വാർത്തയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകളിൽ. അതിൽ 90% ഇത് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ, ഇത് ആസൂത്രിതമാണെന്ന തരത്തിൽ, ഇത് ഫേക്കാണെന്ന തരത്തിൽ അത്തരത്തിലുള്ള കമൻറ്റുകൾ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഒരേ സമയം കാണുന്നുണ്ട്. ഒരു മുൻ പോലീസുകാരനെതിരെ പോലീസ് നടപടി എടുക്കണമെങ്കിൽ കൃത്യമായ തെളിവുകൾ ഉണ്ടാകണമെന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുള്ള അത്തരത്തിലുള്ള വാക്കുകൾ, മറുവശത്ത് വിശ്വസിക്കാനാവാത്ത ഒന്നാണ് ഈ പോക്സോ ദുരുപയോഗം ചെയ്യുന്ന ഒട്ടേറെ അനുഭവങ്ങൾ അല്ലെങ്കിൽ വാർത്തകൾ മുൻപ് വന്ന സാഹചര്യത്തിൽ ഇതും അത്തരത്തിൽ എന്തെങ്കിലും ആകുമോ എന്ന സംശയം. എന്താണെങ്കിലും ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷം മാത്രമേ ഔദ്യോഗികമായിട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇത് സംബന്ധിച്ച് ഫിലിപ്പ് മമ്പാടിൻ്റെ ഭാഗത്തുനിന്നുള്ള വിശദീകരണം നമുക്ക് ലഭിക്കില്ല. കാരണം അദ്ദേഹം പോലീസിൻ്റെ കസ്റ്റഡിയിലാണുള്ളത്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തോട് നമുക്കൊന്ന് ചോദിക്കാനും കഴിയുന്ന സാഹചര്യമല്ല നിലവിലുള്ളത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരും ഈ ഒരു വിഷയത്തിൽ ഇതുവരെ പ്രതികരിക്കാനും തയ്യാറായിട്ടില്ല. ടോം. വ്യക്തമാണ്. മലപ്പുറത്ത് നിന്ന് CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. മുൻ പോലീസ് ഉദ്യോഗസ്ഥനും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ഫിലിപ്പ് മമ്പാടിനെതിരെയാണ് പോക്സോ കേസ് എടുത്തിരിക്കുന്നത്. ഇയാളിപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. കേസുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തുകയാണ് പോലീസ്. സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിനെതിരായ ലൈംഗിക അതിക്രമ കേസുമായി ബന്ധപ്പെട്ട് തുറന്നു പറച്ചിലുമായി പരാതിക്കാരി ഡോക്ടർ ആശ ആച്ചി ജോസഫ്. കുഞ്ഞുമുഹമ്മദ് നടത്തിയ അതിക്രമം ബോധപൂർവം ആയിരുന്നുവെന്നും മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും വാർത്ത വരും വരെയും പോലീസ് FIR ഇട്ടില്ലെന്നും ആശ ആരോപിച്ചു. അതിക്രമം നേരിട്ടപ്പോൾ മിണ്ടാതിരിക്കണമെന്ന് പലരും ഉപദേശിച്ചെന്നും സഹതാപമല്ല സമൂഹത്തിൻ്റെ ഐക്യദാർഢ്യമാണ് വേണ്ടതെന്നും ആശ പറയുന്നു. കുഞ്ഞുമുഹമ്മദിനെതിരെ ആശ ആച്ചി ജോസഫ് വനിതാ കമ്മീഷനും പരാതി നൽകിയിരുന്നുവെന്ന് കമ്മീഷൻ അധ്യക്ഷ P. സതിദേവി പറഞ്ഞു. ആശയുടെ തുറന്നെഴുത്ത് സ്വാഗതാർഹമെന്നും സതിദേവി വ്യക്തമാക്കി. മുഖ്യമന്ത്രിക്ക് നൽകിയതിൻ്റെ ഒരു കോപ്പിയാണ് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് തന്നെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഇത് സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട് ആവശ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തിക്കെതിരായിട്ട് FIR ഇട്ടു എന്നും കേസ് രജിസ്റ്റർ ചെയ്യുന്നു എന്നും അയാളെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. പ്രമുഖരായിട്ടുള്ള വ്യക്തികൾക്കെതിരായിട്ട് ആരോപണങ്ങൾ വരുമ്പോൾ, ആക്ഷേപങ്ങൾ, പരാതികൾ എന്നിവ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പൊതുസമൂഹത്തിൽ നിന്നുണ്ടാവുന്ന ഒരു സമ്മർദ്ദ സ്വഭാവം തീർച്ചയായിട്ടും ഈ കാര്യത്തിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ആരോപണ വിധേയരായിട്ടുള്ള വ്യക്തികൾ ഉന്നത സ്ഥാനത്തിരിക്കുമ്പോൾ പലപ്പോഴും നിശബ്ദരാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടാവാറുണ്ട്. സ്ത്രീകൾ പരാതിപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഉള്ള സാഹചര്യം തന്നെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ പലപ്പോഴും സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു വരാറുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. ഏതായാലും ഇന്ന് ആ സ്ത്രീ വളരെ പരസ്യമായിട്ട് തന്നെ ഈ കാര്യങ്ങൾ തൻ്റെ മനസ്സിൽ ഉണ്ടാക്കിയിട്ടുള്ള
വിഷമങ്ങളെക്കുറിച്ച് ആധികാരികമായിട്ട് തന്നെ എഴുതാൻ തയ്യാറായി എന്നുള്ളത് ഒരു സ്വാഗതാർഹമായിട്ടുള്ളൊരു കാര്യമായിട്ട് കാണുകയാണ്. അങ്ങനെ അതൊരു പരാതി കമ്മീഷന് മുമ്പാകെ നൽകിയിട്ടില്ല. പെടുന്നത് തന്നെ വളരെ കോൺഫിഡൻഷ്യലായിട്ട് ആണ് എന്നുള്ളത് സൂചിപ്പിച്ചുകൊണ്ടാണ് അവർ പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി ഫോർവേഡ് ചെയ്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടതിനെ തുടർന്നിട്ടാണ് ആ കേസിൽ അന്വേഷണ നടപടികൾ ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തി ഉന്നത സ്ഥാനീയനായിരുന്നിട്ട് പോലും നടപടി ഉണ്ടായി, അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ആരോപണത്തിന് ഇരയാക്കിയിട്ടുള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസിന് കേസെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക. വിശദാംശങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. നവമി, നമുക്കറിയാം, സാധാരണ മുഖ്യമന്ത്രിക്ക് മുൻപാകെ ഒരു സ്ത്രീ ചെന്ന് പരാതിപ്പെട്ട് കഴിഞ്ഞാൽ ശക്തമായ നടപടിയെടുക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന അല്ലെങ്കിൽ നിർദ്ദേശം നൽകുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പോലും തനിക്ക് നീതി കിട്ടിയില്ല, മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയിട്ടും നീതി കിട്ടിയില്ല എന്ന് ഒരു സിനിമാ പ്രവർത്തക, ഒരു സാധാരണക്കാരിയല്ല, ഒരു പ്രശസ്തയായിട്ടുള്ളൊരു വ്യക്തിയാണ് ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഇക്കാര്യം വനിതാ കമ്മീഷൻ അധ്യക്ഷയും തുറന്നു പറയുന്നുണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു, പക്ഷെ മറുപടി ഒന്നും കിട്ടിയില്ല എന്ന്. ഇവിടെ എവിടെയാണ് സ്ത്രീകൾക്ക് നമ്മുടെ ഭരണകൂടം സംരക്ഷണം ഒരുക്കുന്നതെന്നൊരു ചോദ്യം ബാക്കിയാണ്. കാരണം പലപ്പോഴും രാഷ്ട്രീയപരമായി ഇത്തരം നിയമങ്ങളൊക്കെ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഈ സമീപകാലത്ത് പല പ്രമുഖർക്കെതിരായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിലൊക്കെ അതിവേഗത്തിൽ നടപടിയെടുത്ത, അറസ്റ്റ് ചെയ്യാൻ നടപടി സ്വീകരിച്ച പോലീസാണ് മറ്റൊരു സ്ത്രീക്ക് ഇത്തരം ഒരു ദുരനുഭവം ഉണ്ടായപ്പോൾ, അതും ഒരു ഇടതുപക്ഷ സഹയാത്രികൻ്റെ ഭാഗത്തു നിന്ന്, ഒരു സംവിധായകൻ്റെ ഭാഗത്ത് നിന്ന്, മുൻ MLA ഭാഗത്ത് നിന്ന് ഇത്തരമൊരു നടപടി ഉണ്ടായപ്പോൾ പോലീസ് കണ്ണടച്ചത്, പോലീസ് യാതൊരു നടപടിയും സ്വീകരിക്കാതിരുന്നത്. പക്ഷെ തുറന്നു പറച്ചിലുമായി ആശാ അച്ചി ജോസഫ് ഇപ്പോൾ രംഗത്തെത്തുന്നു. ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ പരസ്യ പ്രതികരണവുമായി ഇവർ രംഗത്തെത്താനുള്ള കാരണം നവമി? ടോം, മനോരമയിൽ നൽകിയ ലേഖനത്തിലാണ് അവർ തന്റെ ഐഡന്റിറ്റിയും തനിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ ആളുടെ പേര് വിവരങ്ങളും ഒക്കെ വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലേഖനം മനോരമ പത്രത്തിൽ അവർ എഴുതിയിരിക്കുന്നത്. അതിൽ പോലീസിനെയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഈ നടപടി വൈകിയതിലെയൊക്കെ വലിയ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ആ ലേഖനത്തിൽ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇര, അതിജീവിത എന്നീ പദങ്ങൾ തനിക്ക് നേരെ പ്രയോഗിക്കുമ്പോൾ വ്യക്തി എന്ന നിലയിൽ തന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള അവകാശം പോലും മായ്ച്ചു കളയുന്ന ശ്രമമായിരുന്നു നടക്കുന്നതെന്നാണ് അവർ ഈ വിമർശനം ഉന്നയിച്ചുകൊണ്ട് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ തനിക്കുണ്ടായ ദുരനുഭവം അത് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകി. ആ പരാതി പറയുന്ന തീയതി അവർ പറയുന്നത് 2025 നവംബർ 24 ഈ പരാതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് നൽകിയത്. അതിനുശേഷം ഡിസംബർ 8 ചാനലിലൂടെ ഇക്കാര്യങ്ങൾ പുറത്തു വന്നത്. ആ സമയത്ത് പോലും, അതായത് നവംബർ 24 പരാതി കൊടുത്ത് ഡിസംബർ 8 ചാനലുകളിൽ കൂടി ഈ പരാതിയുടെ വാർത്ത പുറം ലോകം അറിഞ്ഞിട്ട് പോലും പോലീസ് FIR രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായിരുന്നില്ല. ഈ വാർത്താ ചാനലിലൊക്കെ ഇത്രയും വാർത്തയായതിനു ശേഷമാണ് FIR ഇടാൻ പോലും പോലീസ് തയ്യാറായതെന്നാണ് അവർ പറയുന്നത്. അത്രയേറെ നീതി നിഷേധമാണ് തനിക്കെതിരെ ഉണ്ടായിട്ടുള്ളത്, തനിക്ക് അനുഭവപ്പെട്ടതെന്ന് കൂടി ആശാ അച്ചി ജോസഫ് പറഞ്ഞു വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും നടപടി സ്വീകരിച്ചില്ല, നിശബ്ദയാകാൻ ഒരുക്കമല്ല എന്നുകൂടി അവർ പറയുന്നുണ്ട്. ഈ തന്നോട് മിണ്ടാതിരിക്കണമെന്ന് പലരും ഉപദേശിച്ചു. അതോടൊപ്പം തന്നെ ഇത് ഒത്തുതീർപ്പിലേക്ക് പൊയ്ക്കൂടെ എന്ന തരത്തിലുള്ള സംഭാഷണങ്ങൾ അല്ലെങ്കിൽ ഒത്തുതീർപ്പിന് വേണ്ടിയിട്ടൊക്കെ ആളുകൾ ശ്രമിച്ചു എന്നുകൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. നിശബ്ദത തന്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട രണ്ടാമത്തെ അതിക്രമമാണ് ഇതെന്നുകൂടി ആശ ഈ ലേഖനത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും പി സതീദേവി കൂടി ഇക്കാര്യങ്ങൾ, വനിതാ കമ്മീഷൻ ചെയർമാൻ കൂടി ഇക്കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ആശ തങ്ങൾക്കും ഈ ഒരു പരാതിയുടെ കോപ്പി കൈമാറിയിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രിക്ക് അയച്ച പരാതിയുടെ കോപ്പി തങ്ങൾക്കും അയച്ചിരുന്നു. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ഇതുവരെ ബന്ധപ്പെടുകയും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷെ ആ റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല എന്നുകൂടി സതീദേവി പറയുന്നു. പൊതുസമൂഹം ഇങ്ങനെ ഒരു, പ്രത്യേകിച്ച് ഒരു സ്ത്രീ പരാതിയുമായി രംഗത്തെത്തിക്കഴിഞ്ഞാൽ അതൊരു പീഡന പരാതിയോ മറ്റെന്തെങ്കിലും പരാതിയോ ആയിക്കോട്ടെ, അത് ഒത്തുതീർപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും സമൂഹം ഏറ്റവും കൂടുതൽ പരിശ്രമിക്കുന്നത്. അതിനെയൊക്കെ രൂക്ഷമായി വിമർശിക്കുകയാണ് പി സതീദേവിയും. എന്തായാലും
ഈ ആശയുടെ ഈ ഒരു തുറന്നു പറച്ചിൽ അത് വലിയ വിവാദമായിരിക്കുകയാണ്. അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കടക്കം അല്ലെങ്കിൽ പോലീസിന് എതിരെയൊക്കെ വലിയ വിമർശനമായി തന്നെ നിലനിൽക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് അടക്കം ഇതിനെ രൂക്ഷമായി വിമർശിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇത് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചു, പരാതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് നൽകിയിട്ടും വളരെ വൈകിയാണ് ഈ ഇതിൽ FIR പോലും രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായത് എന്നീ വിമർശനങ്ങളാണ് ഈ ആശ ഈ ലേഖനത്തിലൂടെ പറയുന്നത്. 2025 IFFKയിലേക്കുള്ള സിനിമകളുടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ ഉള്ള ജൂറി അംഗം കൂടിയായിരുന്നു ഈ ആശ. അതിലെ തന്നെ ഈ ചെയർമാനായിട്ടുള്ള PT കുഞ്ഞു മുഹമ്മദ് ഹോട്ടലിൽ വെച്ച് തന്നോട് അപമര്യാദയായി പെരുമാറി എന്നായിരുന്നു പരാതി നൽകിയത്. പിന്നീട് പോലീസ് അടക്കം CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചതിന് ശേഷമാണ് ഇതിലൊരു FIR ഇടാൻ പോലും തയ്യാറായത്. പക്ഷെ അപ്പോഴും ഇതിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളതിൽ, ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളിൽ എത്രമാത്രം സത്യസന്ധത പോലീസ് പുലർത്തി എന്നതിൽ ഇപ്പോഴും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് ആശയും. തനിക്ക് നേരെ നടന്ന ഈ ഒരു അതിക്രമം, അതിന് എതിരെ കൃത്യമായിട്ടുള്ളൊരു നടപടി സ്വീകരിക്കാൻ പോലീസോ സർക്കാരോ തയ്യാറായില്ല എന്നുകൂടിയാണ് ആശ ഈ ലേഖനത്തിലൂടെ പറഞ്ഞു വെക്കുന്നത് കേട്ടോ. തീർച്ചയായും അതുതന്നെയാണ് നവമി. ഇവിടെ രണ്ട് നീതിയാണ് ഉള്ളത്. കാരണം ചില സ്ത്രീകൾ പരാതി നൽകിക്കഴിഞ്ഞാൽ ചിലർക്കെതിരെ പരാതി നൽകിയാൽ ശക്തമായ നടപടി, ഇനി ഒരു പക്ഷേ സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കുന്നവർക്കെതിരെ മറ്റൊരു നടപടി. അതുതന്നെയല്ല യഥാർത്ഥത്തിൽ ഈ PT കുഞ്ഞുമുഹമ്മദിനെതിരായ ലൈംഗിക അതിക്രമ പരാതിയിലും സംഭവിച്ചത്. ഇവിടെ ഒരു ആക്ടിവിസ്റ്റുകളുടെയും പ്രതികരണം കണ്ടില്ല, അല്ലെങ്കിൽ സൈബറിടത്ത് ഇവർക്ക് ഈ അതിജീവിതയ്ക്ക് യാതൊരു പിന്തുണയും ലഭിച്ചില്ല. മറ്റു പല കേസുകളിലും നിന്നും വ്യത്യസ്തമായിട്ടുള്ള സമീപനമാണ് ഈ കേസിൽ, ഈ ആശയുടെ കേസിൽ സംഭവിച്ചത്, അല്ലേ? അതെ, അവർ ആ ലേഖനത്തിൽ അതും സൂചിപ്പിക്കുന്നുണ്ട്. തന്റെ പരാതി ഒതുക്കി തീർക്കാൻ ചിലർ ശ്രമിച്ചു എന്നുകൂടി പറയുന്നുണ്ട്. താൻ പരാതി നൽകിയതിനു ശേഷമാണ് ഈ തെരഞ്ഞെടുപ്പ് വന്നത്. ആ തെരഞ്ഞെടുപ്പിന് ശേഷം പിന്നീട് IFFK ഉണ്ടായി. ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്റെ പരാതി മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുകൂടി അവർ സൂചിപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ തനിക്ക് നേരിട്ട വലിയ നീതി നിഷേധം അല്ലെങ്കിൽ തന്നെ നിശബ്ദയാക്കാൻ പലരും ശ്രമിച്ചു എന്നാണ് അവർ ഈ ലേഖനത്തിൽ ഉടനീളം പറഞ്ഞു വെക്കുന്നത്. ഈ നമ്മുടെ P സതീദേവി എന്ന് പറഞ്ഞതുപോലെ പരാതിക്കാർ ഉന്നതരായി കഴിഞ്ഞാൽ ഇരകളെ അല്ലെങ്കിൽ അതിജീവിതകളെ നിശബ്ദരാക്കാനുള്ള ഒരു ശ്രമം അത് കൂടുതലാകുന്നുണ്ട്. അത് പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ ഒരിക്കലും അവരുടെ ശബ്ദമുയർത്തി പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വരാതിരിക്കുന്ന തരത്തിലുള്ള ശ്രമങ്ങൾ പലരും നടത്തുന്നുണ്ടെന്ന് പോലീസിനെയും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് തന്നെ P സതീദേവി പറയുന്ന സാഹചര്യവും ഉണ്ടായി. എന്തായാലും ആശയുടെ ഈ ഒരു ലേഖനം അത് ഏറെ ചർച്ചയായിരിക്കുകയാണ്. PT കുഞ്ഞു മുഹമ്മദിനെതിരെ എന്ത് നടപടിയെടുത്തു എന്ന ആശയുടെ ആവർത്തിച്ചിട്ടുള്ള ചോദ്യം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ചർച്ചയിലേക്ക് വഴിവെച്ചിരിക്കുന്നത്. യെസ്, വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് താമരശ്ശേരിയിൽ യുവാവിൻ്റെ പരാക്രമം. റോഡരികിൽ നിർത്തിയിട്ട കാർ പിക്കപ്പ് വാൻ ഉപയോഗിച്ച് ഇടിച്ചു തകർത്തു. സമീപത്തെ വെളിച്ചെണ്ണ മില്ലിനും തീയിട്ടു. പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. പ്രതിക്കായി പോലീസ് തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട് എയർപോർട്ടോടത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോയതായിരുന്നു. രാത്രി വൈകിട്ട് റോഡ് സൈഡിൽ നിർത്തിയിട്ടാണ്. അതിനുശേഷമാണ് ഏതൊരാൾ വന്ന് ഇടിച്ചിട്ട് തെറിപ്പിച്ച് ഈ സൈഡിലേക്ക് ആക്കിയിട്ടത്. ശേഷം അയാൾ വെളിച്ചെണ്ണ മില്ലിന് തീയിട്ടിട്ടുണ്ട്, കത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം വണ്ടി മങ്ങാട് പമ്പിൽ കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട്. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. പമ്പിന്ന് ഈ വണ്ടി അവിടെ വെച്ചിട്ട് വേറൊരു വണ്ടി എടുത്തിട്ടാണ്, ഈ ക്രഷറിന്റെ എന്തൊരു വണ്ടി എടുത്തിട്ടാണ് ഈ തെറ്റുപ്പെടുത്തി ഇവിടേക്ക് വന്നതാണ്. അതാണ് സംഭവിച്ചത്. ആ വണ്ടി ഈ കാറിടിച്ച വണ്ടി മങ്ങാട് പമ്പിൽ നിലവിലുണ്ട്. പോലീസുകാരൊക്കെ അന്വേഷിക്കുന്നുണ്ട്. മോട്ടീവ് എന്താണെന്ന് നമുക്കറിയില്ല. ഇത്ര പോലെ ഒരു ഇടിച്ചിട്ട് സൈഡാക്കണമെങ്കിൽ എന്തിന് പേരിലാന്നുള്ളത് മനസ്സിലാകുന്നില്ല. ചാടി കിടക്കല്ലേ, 3-4 ഇടിക്കാതെ വണ്ടി ഇങ്ങനെ ഒരു ദിവസമായി കിടക്കൂല. രാത്രി സംഭവിച്ച കാര്യങ്ങളാണത്. പരാതി കൊടുക്കാൻ പോവാണ്. പോലീസുകാർ വന്നിട്ട് അന്വേഷിച്ചിട്ടുണ്ട്. പ്രതിയെ കത്തി പോലീസുകാരും പോയിട്ടുണ്ട്. എന്നെ രാവിലെ അടുത്ത പുറക്കാരൻ നമ്മളെ വാടക വീട്ടിൽ താമസിക്കുന്ന സൈനുദ്ദീൻ ഖാൻ എന്ന് പറഞ്ഞ ആള് ഫോൺ ചെയ്ത് ഇരിക്കാൻ നിങ്ങൾ ഗോഡൌണിൽ തീ കത്തുന്നു, ഉടനെ വരണമെന്ന് പറഞ്ഞാൽ ഇറങ്ങി ഓടി. വാതിൽ തുറന്ന് ഓടി. അപ്പോഴൊരു പിക്കപ്പ് മുന്നിൽ കൂടെ
എടുത്ത് എൻ്റെ സൗണ്ട് കേട്ട് വാതിൽ തുറക്കുന്നത് കണ്ടിട്ട് പിക്കപ്പ് എടുത്ത് ഓടി. അവർ ഓടിച്ചു വന്ന് പിന്നെ ഇന്നലെ ആംബുലൻസിന് തീക്കെടുത്തിരുന്നു. ആംബുലൻസ് എടുത്ത് മാറ്റി. ആംബുലൻസ് മാറ്റിയതിന് ശേഷം പിന്നെ തീയൊക്കെ എടുത്തിങ്ങനെ വലിച്ച് ഞങ്ങളെല്ലാവരും കൂടി പെണ്ണുങ്ങളും എല്ലാവരും പിന്നെ അടുത്തുള്ള സൈനുദ്ദീൻകായി എല്ലാവരും കൂടി വലിച്ചിട്ട് മാറ്റി തീ വെള്ളം എടുത്ത് ഒഴിച്ച്. പൈപ്പിൽ വെള്ളം ഉണ്ടായിരുന്നു. വെള്ളമൊക്കെ എടുത്ത് ഒഴിച്ച് തീ അണച്ചു. പിന്നെ ബാക്കിയുള്ളവരെല്ലാവരും വിളിച്ചു. ഇതിൻ്റെ ഓണറെ വിളിച്ചു. എല്ലാ ഓണർ വന്ന് പിന്നെ പോലീസിനെ വിളിച്ചു. പോലീസ് എത്തി. പിന്നെ ബാക്കിയെല്ലാം അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. അല്ല നാട്ടുകാരെല്ലാം കൂടി പക്കത്തുള്ളവരെല്ലാവരും കൂടിയാണ് തീ കെടുത്തിയത്. എന്തോന്നും അറിയില്ല, അതിനെപ്പറ്റിയൊന്നും അറിയില്ല. എന്തുണ്ടോ വാശി ഉണ്ടോ എന്നൊന്നും അറിയില്ല. ഓണറോടൊന്നും ഒരു വാശി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് അവൻ പറഞ്ഞു. പിന്നെ വേറെ എന്തിനാ ചെയ്തതെന്നുള്ളത് ചെയ്തവർക്ക് തന്നെ അറിയും. അങ്ങനെ കേക്ക് മുടൂർ ഭാഗത്തൊക്കെ അവൻ പോയത് പിക്കപ്പ് പോയിട്ട്. ഞാൻ ഓടി എത്തുമ്പോഴേക്ക് നമ്പർ പിടിക്കാനൊന്നും ഓടിയില്ല. പിന്നെ അവിടെ തീക്കത്ത് കാണല്ലോ, മൊത്തം തീക്കത്തിയോ മൊത്തം ബിൽഡിങ്ങുകളൊക്കെ പിന്നെ കത്തുന്ന സമയത്ത് ഇമ്മലാണല്ലോ ശ്രദ്ധ ആൾക്കാർ. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഈ രീതിയിൽ പരാക്രമം കാട്ടിയ യുവാവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ പിക്കപ്പ് വാൻ ഉപയോഗിച്ച് കാറിടിച്ച് തകർക്കുന്നു, വെളിച്ചെണ്ണ മില്ലിന് തീയിടുന്നു, വലിയ പരാക്രമം കാട്ടുന്നു. ഇയാൾ ലഹരിക്കടിമയാണോ? ഈ പ്രതിയെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? പ്രതിയെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. വെളിമണ്ണ സ്വദേശിയായ അബ്ദുൾ റാസിഖാണ് ഏതാണ്ട് 1.5 മണിക്കൂറോളം താമരശ്ശേരി ഭാഗത്ത് ഈ പരാക്രമം നടത്തിയത്. ഇയാളുടെ മൊബൈൽ ഫോൺ താമരശ്ശേരി കുടുക്കിൽ ഉമ്മരം എന്ന സ്ഥലത്തെ ഒരു ഗ്യാസ് ഗോഡൌണിന് സമീപം ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ഒപ്പം ഇയാൾ കയറിയ പെട്രോൾ പമ്പിലെ CCTV ദൃശ്യങ്ങളിൽ നിന്നും പോലീസ് ഇയാളെ തിരിച്ചറിയുകയായിരുന്നു. ഇയാളുടെ മുൻവശത്തായി റോഡരികിൽ നിർത്തിയിട്ട കാറാണ് ഈ ടിപ്പർ ഈ പിക്കപ്പ് ഉപയോഗിച്ച് തകർക്കുകയും ചെയ്തത്. ഒപ്പം ഈ വെളിച്ചെണ്ണ മില്ലിന് ഇയാൾ തീ കൊളുത്തിയിരുന്നു. ആ വെളിച്ചെണ്ണ മില്ലിൽ ഇയാൾ നേരത്തെ ജോലി ചെയ്തു എന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. എന്താണ് ഈ കൃത്യത്തിന് പിന്നിലെ ചേതോവികാരം എന്നതിനെക്കുറിച്ച് പോലീസ് വരികയാണ്. ഇയാൾ മാനസിക വിഭ്രാന്തി ഉള്ള ആളാണോ, അതോ ഇനി വല്ല ലഹരി ഉപയോഗിച്ച ശേഷമുണ്ടായ ഒരു പരാക്രമമാണ് എന്തൊക്കെ അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് വരികയാണ്. എന്തായാലും ഇയാളുടെ മൊബൈൽ ഫോൺ കിട്ടിയിരുന്നു, പക്ഷേ ഈ റാസിക്കിനെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുന്നു എന്നാണ് അറിയുന്നത്. എന്തായാലും ഇന്നലെ പുലർച്ചെ, അതായത് ഇന്ന് പുലർച്ചെ 1 മണി മുതലാണ് ഈ സംഭവ പരമ്പരകൾക്ക് തുടക്കമായത്. ഇയാൾ താമരശ്ശേരി ചുങ്കം ജംഗ്ഷനിൽ നിർത്തിയിട്ടിരുന്ന ഒരു ആംബുലൻസ് മോഷ്ടിക്കാനുള്ള അതെടുത്തുകൊണ്ട് പോകാനുള്ള ശ്രമം നടത്തി ആദ്യം, പക്ഷേ അത് പരാജയപ്പെട്ടു. പിന്നീട് ആ വഴിയരികിൽ കൂടെ പോയ നിരവധി വാഹനങ്ങൾക്ക് ഇയാൾ കൈ കാണിച്ചെങ്കിലും വാഹനങ്ങളൊന്നും നിർത്തിയിട്ടിരുന്നില്ല. പിന്നീടാണ് ആ സമീപത്ത് നിർത്തിയിട്ടിരുന്ന ഒരു പിക്കപ്പ് വാഹനം ഇയാൾ തുറന്നെടുത്തത്. ഇതൊരു ക്രഷറിൽ ജോലി ചെയ്തിരുന്ന ഒരു പിക്കപ്പ് വാഹനമാണ്. ഇതിൻ്റെ താക്കോൽ ഈ വാഹനത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇയാൾ ഈ പിക്കപ്പ് വാഹനം എടുത്തുകൊണ്ട് പോവുകയും പിന്നീട് അവിടെ നിന്നും യാത്ര ചെയ്ത് വെളിമണ്ണ എന്ന സ്ഥലത്ത് ഏതാണ്ട് 2:30 എത്തിയിരുന്നു. അവിടെയാണ് ഇത് ഇയാളുടെ വീടിന് സമീപമുള്ള സ്ഥലമാണ്. അവിടെയാണ് പാർക്ക് ചെയ്തിരുന്ന കാറ് ഇടിച്ച് തകർത്തത്. ഈ കാർ ഇടിച്ച് തകർത്ത ശേഷമാണ് പിന്നീട് സമീപത്ത് തന്നെയുള്ള വെളിച്ചെണ്ണ മില്ലിലേക്ക് പോവുകയും ആ വെളിച്ചെണ്ണ മില്ലിന് തീയിടുകയും ചെയ്ത്. ഈ വെളിച്ചെണ്ണ മില്ലിന് തീയിട്ട ശേഷം പിന്നീട് പ്രതി ഓമശ്ശേരി മങ്ങാടുള്ള ഒരു പെട്രോൾ പമ്പിൽ എത്തി. ആ പെട്രോൾ പമ്പിൽ എത്തിയപ്പോഴേക്കും ഇയാൾ ഓടിച്ചുകൊണ്ട് വന്ന അല്ലെങ്കിൽ എടുത്തുകൊണ്ട് വന്ന പിക്കപ്പ് വാഹനത്തിൻ്റെ ടയർ പൊട്ടി. ഇതേ തുടർന്ന് അവിടെ നിർത്തിയിട്ടിരുന്ന മറ്റൊരു പിക്കപ്പ് വണ്ടി എടുക്കുകയും അത് മറ്റൊരു സ്ഥലത്ത് കൊണ്ടിടുകയുമായിരുന്നു. ഈ പിക്കപ്പ് വെള്ളിമണ്ണ എന്ന സ്ഥലത്തിൻ്റെ വീടിൻ്റെ പോർച്ചിലാണ് അവസാനം ഈ പിക്കപ്പ് വാഹനം കയറ്റിയിടുകയും ചെയ്തത്. എന്തായാലും ഈ പെട്രോൾ പമ്പിൽ എത്തിയാണ് ഒരു പിക്കപ്പ് വാഹനത്തിൻ്റെ ടയർ കത്തുകയും അവിടെ ഇട്ട് മറ്റൊരു പിക്കപ്പ് വാഹനം എടുത്തുകൊണ്ട് പോവുകയും ഒക്കെ ചെയ്ത്. അവിടെ നിന്നാണ് പ്രതിയെ തിരിച്ചറിയാൻ പോലീസിന് കഴിഞ്ഞിരിക്കുന്നത്. ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കിയത്. എന്തായാലും അങ്ങനെയെങ്കിൽ ഇയാളൊരു ലഹരിക്കടിമയാണെന്ന് സംശയിക്കുന്നുണ്ടല്ലേ? കാരണം മോഷണമല്ല ലക്ഷ്യം. പിന്നെ മാത്രമല്ല, ഇയാളെ പ്രകോപിപ്പിച്ച കാരണം എന്താണ്? മറ്റാരെങ്കിലുമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ, അതോ വ്യക്തിവിരോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ രീതിയിലുള്ള ഒരു പരാക്രമം കാട്ടിയതെന്ന് കൂടി പരിശോധിക്കേണ്ടതല്ലേ? ഈ സംഭവത്തിന് ശേഷം ഇയാൾ എവിടേക്കാണ് പോയതെന്ന് എന്തെങ്കിലും സൂചനകളുണ്ടോ? ടോം, അത് സംബന്ധിച്ചൊരു വ്യക്തത പോലീസിന് വന്നിട്ടില്ല. ഇയാൾ എന്തിനാണ് കൃത്യം ചെയ്തതെന്നതിനെക്കുറിച്ചും അറിയില്ല. വെളിച്ചെണ്ണ മില്ലിന്
തീ വെച്ചതുമായി ബന്ധപ്പെട്ട് ഇയാൾ വെളിച്ചെണ്ണ മില്ലിൽ കുറച്ചുനാൾ നേരത്തെ ജോലി ചെയ്തയാളാണ്. അന്നുണ്ടായിരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളാണോ ഇത്തരമൊരു ഈ വെളിച്ചെണ്ണ മില്ലിന് തീ വെക്കാൻ ഇയാളെ പ്രേരിപ്പിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ആദ്യം ചുങ്കൻ ജംഗ്ഷനിൽ ഇയാളൊരു ആംബുലൻസ് ആണ് എടുക്കാൻ ശ്രമിക്കുന്നത്. ആംബുലൻസ് എടുക്കാൻ ഉള്ള ശ്രമം പരാജയപ്പെട്ട ശേഷമാണ് പിന്നീട് നിരവധി വാഹനങ്ങൾക്ക് കൈ കാണിക്കുന്നു. അവിടെ നിന്നും പിന്നീട് പിക്കപ്പ് വാഹനവുമായി പോകുന്നു. പിക്കപ്പ് വാഹനം ഒരു കാറിൽ ഇടിപ്പിക്കുന്നു. ആ കാറിൽ ഇടിപ്പിച്ച ശേഷം വെളിച്ചെണ്ണ മില്ലിന് തീ വെക്കുന്നു. അവിടെ നിന്നും വീണ്ടും പെട്രോൾ പമ്പിലേക്ക് പോകുന്നു. അവിടെ എത്തിയപ്പോൾ ഈ പിക്കപ്പ് വാഹനത്തിൻ്റെ ടയർ പൊട്ടുന്നു. മറ്റൊരു വാഹനം ഇതുപോലെ തന്നെ താക്കോലുണ്ടായിരുന്നൊരു വാഹനം എടുക്കുന്നു. അത് മറ്റൊരു ഗോഡൗൺ മറ്റൊരു സ്ഥലത്ത് കൊണ്ട് ഉപേക്ഷിക്കുന്നു. അതിനുശേഷം ഗ്യാസ് ഗോഡൗണിൽ സമീപം ഒരു സ്ഥലത്ത് ഒളിപ്പിച്ച് ഫോൺ വെക്കുന്നു. പിന്നീട് ഇയാൾ അപ്രത്യക്ഷനാവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് ഈ കൃത്യത്തിന് പിന്നിലുള്ള കാര്യം, ചേതവികാരം എന്നതിനെക്കുറിച്ച് ഇപ്പോഴും വ്യക്തമല്ല. ഇനി ആ വെളിച്ചെണ്ണ മില്ലുടമയുമായിട്ടുള്ള ആ ഭിന്നതകൾ അല്ലെങ്കിൽ ജോലി ചെയ്ത കാലത്തെ എന്തെങ്കിലും പ്രതികാരമാണോ, ഈ ഇടിപ്പിച്ച കാറുടമയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. താമരശ്ശേരിയിലാണ് യുവാവ് വലിയ രീതിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. വാഹനം ഇടിച്ചു തകർത്തത്, ഒരു മറ്റു രീതിയിൽ തീയിടുന്നു, അങ്ങനെ വലിയ രീതിയിലുള്ള ഭീകരാന്തരീക്ഷമാണ് സൃഷ്ടിച്ചത്. പ്രതിക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കണ്ണൂരിൽ മദ്യലഹരിയിൽ അമ്മയെ കസേരയോടെ വലിച്ചെറിഞ്ഞ മകൻ. വാർത്ത പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവ് തുടരുന്നു. കണ്ണൂരിൽ മദ്യലഹരിയിൽ അമ്മയെ കസേരയോടെ വലിച്ചെറിഞ്ഞ മകൻ. പള്ളിയാമൂല സ്വദേശി 88 വയസ്സുള്ള ശാന്തയോടാണ് മകന്റെ ക്രൂരത. വീട്ടുചെലവിന് പണം ചോദിച്ചതാണ് പ്രകോപന കാരണം. മകൻ സജീവനെ കണ്ണൂർ ടൗൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് സുമേഷ് മോറാട് ചേരുന്നുണ്ട്. സുമേഷ്, ഇത്തരം വാർത്തകൾ ഇപ്പോൾ അത്ര നിത്യസംഭവമാണ്. കാരണം മദ്യലഹരിയിൽ ലഹരിക്കടിമയാളായവർ മാതാപിതാക്കളെ ആക്രമിക്കുന്ന, കൊലപ്പെടുത്തുന്ന സംഭവങ്ങൾ. പക്ഷെ ഇത് 88 വയസ്സുള്ള സ്വന്തം അമ്മയോടാണ് ഒരു മകൻ ഈ രീതിയിൽ ക്രൂരത കാട്ടിയത്. അതും കസേരയോടെ അമ്മയെ വലിച്ചെറിയുന്നു. എന്താണ് പ്രകോപന കാരണം? ഇയാൾ സ്ഥിരം ഇങ്ങനെ വീട്ടിൽ പ്രശ്നമുണ്ടാക്കുന്ന ആളാണോ? ടോം, വീട്ടു ചെലവിന് പണം ചോദിച്ചതിനാണ് ഇത്തരമൊരു അക്രമം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ പള്ളിയാമൂല സ്വദേശിയായിട്ടുള്ള വി ശാന്ത, 88 വയസ്സാണ്. ഈ ശാന്തയാണ് മകൻ സജീവൻ ഈ മദ്യലഹരിയിൽ കസേരയോടെ വലിച്ചെറിഞ്ഞത്. ഗുരുതരമായി പരിക്കേറ്റ ഇവരെ ഇപ്പം കണ്ണൂർ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇവരിപ്പോൾ നൂറ് ICUവിൽ ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു എന്നാണ് ഇപ്പോൾ ആശുപത്രി വൃത്തങ്ങൾ പറയുന്നത്. ഏതായാലും ഈ സംഭവത്തിന് അടിസ്ഥാനമായ കാരണമായി ഇപ്പോൾ പോലീസും അതുപോലെ തന്നെ ബന്ധുക്കളും പറയുന്നത് ഇങ്ങനെയാണ്. ഇയാൾ സ്ഥിരം മദ്യപാനിയാണ്. ഇയാൾ മദ്യപിച്ച് സ്ഥിരമായി വീട്ടിൽ കലഹം ഉണ്ടാക്കുന്നത് പതിവാണ്. ഇവർ ഒന്നിച്ചാണ്, അതായത് ഇവരെ വീട്ടിൽ ഈ മകനും അമ്മയും മാത്രമാണ്. അതുപോലെ തന്നെ ഈ പള്ളിയാമൂല ലക്ഷം വീട് നഗറിലാണ് ഇവർ താമസിക്കുന്നത്. അത് ഈ സ്ഥിരമായി മദ്യപിക്കുകയും ഈ അമ്മയോട് കലഹം ഉണ്ടാകുന്നതും ഈ സ്ഥിരമാണ് എന്നാണ് ഈ ബന്ധുക്കളും അതുപോലെ തന്നെ നാട്ടുകാരും പറയുന്നത്. ഇദ്ദേഹം മറ്റ് ഈ കൂലിപ്പണി, അതായത് സാധാരണ മറ്റു ജോലികളൊന്നും ചെയ്യാതെ ഈ താൽക്കാലികമായി ഈ മദ്യം കഴിക്കുന്നതിന് വേണ്ടി മാത്രം തൊഴിലെടുക്കുകയും അതിനുശേഷം ഇതുകൊണ്ട് മദ്യം കഴിക്കുകയും എന്നാൽ വീട്ടു ചെലവ് പോലുള്ള മറ്റു കാര്യങ്ങൾക്കൊന്നും തരാതെ ഇയാൾ മദ്യലഹരി സ്ഥിരമായി വീട്ടിൽ വരികയും ചെയ്യുക പതിവാണെന്നാണ് ഈ ബന്ധുക്കൾ പറയുന്നത്. അന്നാണ് അന്ന് ഈ ഇത്തരം ഒരു പ്രകോപനത്തിന് കാരണമായതും പറയുന്നു. ഇദ്ദേഹം അന്ന് രാത്രി 11 മണിയോടെ വീട്ടിൽ മദ്യലഹരിയിലെത്തുന്നു. ഇത് ചോദ്യം ചെയ്യുകയാണ് അമ്മ ചെയ്തത്. അതായത് സ്ഥിരമായി മദ്യപിച്ച് നീ വീട്ടിലേക്ക് വരുന്നു, എന്നാൽ വീട്ടു ചെലവിന് പൈസ തരുന്നില്ല എന്നാണ് ഈ അമ്മയുടെ പരാതിയെ പറയുന്നത്. എന്നാൽ അതിൽ പ്രകോപിതനായ ഇദ്ദേഹമാണ് ഈ വീട്ടിൽ വരാന്തയിൽ ഇരിക്കുകയായിരുന്ന അമ്മയെ ഈ കസേരയോടെ വലിച്ചെറിയുന്ന ഒരു സംഭവം ഉണ്ടായത്. ഗുരുതരമായ പരിക്ക്, തലക്കാണ് ഗുരുതരമായ പരിക്കേറ്റത്. സമയത്ത് തൊട്ടടുത്തുള്ള ഈ അയൽവാസികളും അതുപോലെ തന്നെ മറ്റ് ബന്ധുക്കളൊക്കെ ചേർന്നാണ് ആദ്യം കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് കണ്ണൂർ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത്. ഏതായാലും ഇദ്ദേഹത്തെ ഇപ്പോൾ കണ്ണൂർ ടൗൺ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് കണ്ണൂർ ടൗൺ പോലീസ് പറയുന്നത്. യെസ്, വ്യക്തമാണ്. കണ്ണൂരിൽ നിന്ന് സുമേഷ് മോറാഴിയാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിലാണ് 88 വയസ്സുള്ള അമ്മയെ മദ്യലഹരിയിലും മകൻ കസേരയോടെ വലിച്ചെറിഞ്ഞ അമ്മയുടെ തലയ്ക്ക് സാരമായ പരിക്കുണ്ട്. അവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്.
പത്തനംതിട്ട തിരുവല്ല സ്പാ കൂട്ടബലാത്സംഗ കേസിൽ 7ാം പ്രതി ഷിൻഡോ പി സണ്ണി അറസ്റ്റിൽ. ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. ഇതോടെ കേസിലെ മുഴുവൻ പ്രതികളും പോലീസിന്റെ പിടിയിലായി. 1ാം പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് കേസിൽ 7ാമത് ഒരാൾ കൂടി ഉണ്ടെന്നുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത്. വിവരങ്ങളുമായി ശശിനാരായണൻ ചേരുന്നു. ശശിനാരായണൻ, ഈ കേസിൽ 10ഓളം വരുന്ന സംഘമാണ് ഈ സ്പായിലെത്തിയത്. കുറച്ചുപേർ പുറത്തു നിൽക്കുന്നു, ബാക്കിയുള്ളവർ അകത്ത് കയറി യുവതിയെ ഭീഷണിപ്പെടുത്തി കൂട്ടബലാത്സംഗം ചെയ്തു എന്നാണ് തുടക്കത്തിൽ പുറത്തു വന്ന വിവരം. പക്ഷെ പോലീസ് ഇന്നലെ വരെ 6 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇന്ന് 7ാമതൊരാൾ കൂടി, അതായത് ഈ കേസിൽ മറ്റൊരാൾ കൂടി ഉണ്ടെന്ന വിവരം 1ാം പ്രതിയാണ് നൽകിയത്. ഇനി ഇതിൽ ഗൂഢാലോചന, അതല്ലെങ്കിൽ നേരത്തെ ഈ സ്പാ ഉടമ സൂചിപ്പിച്ചതുപോലുള്ള കൊട്ടേഷൻ ഉണ്ടെങ്കിൽ അതേക്കുറിച്ചൊക്കെ അന്വേഷിക്കേണ്ടതല്ലേ? പോലീസ് പൂർണ്ണമായും സ്പാ ഉടമയുടെ വാദം തള്ളുന്നുണ്ടെങ്കിലും അതും ഗൗരവമായി പരിശോധിക്കേണ്ട ഒരു വിഷയം തന്നെയല്ലേ? ഈ തിരുവല്ല സ്പായിലെ കൂട്ടബലാത്സംഗവുമായി ബന്ധപ്പെട്ട് നിലവിൽ 6 പ്രതികളാണ് ആദ്യം പോലീസ് എഫ്ഐആർ ഇട്ടത്. അതിൽ 6 പേരെയും പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടയിൽ പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പ്രതിയെ കൂടി പിന്നീട് ഇന്നലെയാണ് വൈകിട്ട് പിടികൂടിയത്. അത് പ്രധാനമായും കേസിൽ പിടികൂടപ്പെട്ട അറസ്റ്റ് ചെയ്യപ്പെട്ട 1ാം പ്രതി മരണസുബിൻ എന്ന് വിളിക്കുന്ന സുബിൻ അലക്സാണ്ടർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലും ഒപ്പം ഈ ജീവനക്കാരി, സ്പായിലെ ജീവനക്കാരിയെ ഈ ബലാത്സംഗം ചെയ്ത അവിടെ നിന്ന് ലഭിച്ച ദൃശ്യങ്ങളുടെ നിന്ന് വ്യക്തമായതുകൊണ്ടാണ് ദൃശ്യങ്ങളിൽ ഈ 7ാം പ്രതിയുടെ ദൃശ്യങ്ങൾ കൂടി ഉണ്ട്. അത്തരം ഒരു തെളിവുകൾ കൂടി ശേഖരിച്ചാണ് പോലീസ് എന്തായാലും ഇപ്പോൾ ഈ ഷിൻഡോ പി സണ്ണിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് ഷിൻഡോയെ പോലീസ് അറസ്റ്റ് ചെയ്ത് ചങ്ങനാശ്ശേരിയിൽ നിന്നും റെയിൽ മാർഗം രക്ഷപ്പെടാനുള്ള സംവിധാനമായിരുന്നു ഈ ഷിൻഡോയുടെ ഭാഗത്തുണ്ടായിരുന്നത്. അത് കൃത്യമായി ഈ 1ാം പ്രതി ഇയാളുടെ ഈ കേസിൽ പങ്കെന്താണ് ശശിനാരായണൻ? അതോടൊപ്പം അറിയേണ്ടത് ഇയാളുടെ ഒരു പശ്ചാത്തലം കൂടിയാണ്. കാരണം ഗുണ്ടകളാണ്, മരണസുബിൻ ഉൾപ്പെടുന്ന ഗുണ്ടാ സംഘത്തിൽപ്പെട്ടവരാണ് സ്പായിലെത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ജീവനക്കാരിയെ ബലാത്സംഗം ചെയ്തത്. ഇയാളും ഗുണ്ടാ പട്ടികയിലുള്ള വ്യക്തിയാണോ ഈ ഷിൻഡോ? ഈ അറസ്റ്റിലായ എല്ലാ പ്രതികളും ക്രിമിനൽ സ്വഭാവമുള്ള വ്യക്തികളാണ്. ഈ 1ാം പ്രതി മരണസുബിനോടൊപ്പമുള്ള ആളുകൾ തന്നെയാണ്. ഇവർ പല ക്രിമിനൽ കുറ്റങ്ങളിലും ഏർപ്പെട്ടിട്ടുള്ളവരാണ്. അതുകൊണ്ടാണ് ഈ ഇവരുടെ ഒരു ഗ്രൂപ്പാണ് ഇവര്. അത്തരത്തിലാണ് പലതരത്തിലുള്ള പണപ്പിരിവും ഒക്കെ അവിടെ നടത്തിയിട്ടുള്ളത്. ഈ തിരുവല്ലയിലെ ഈ പീഡനം നടക്കുന്ന സമയത്ത് പീഡനം നടന്ന ഈ സ്പായിലും ഇവർ ഗുണ്ടാപിരിവുമായി ബന്ധപ്പെട്ടെത്തിയാണ്. പിന്നീട് തർക്കമുണ്ടാവുകയും അത് പിന്നീട് കൂട്ടബലാത്സംഗത്തിൽ കലാശിക്കുകയും ചെയ്തു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതിന് കാരണം പോലീസ് പറയുന്നത് ഇവരുടെ മൊഴി, ഒപ്പം ജീവനക്കാർ നൽകിയ മൊഴിയൊക്കെയാണ് കൃത്യമായി പോലീസ് തെളിവുകൾ. ഇതെല്ലാം വെച്ചിട്ടാണ് ഇത് ഗുണ്ടാപിരിവാണെന്നുള്ള കാര്യത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നിട്ടുള്ളത്. നേരത്തെ കടയുടെ ഉടമ പറഞ്ഞിരിക്കുന്നത് ഇവിടെ കൊട്ടേഷനാണ്. കൊട്ടേഷൻ കൊടുത്ത് തന്നെ തകർക്കാൻ വേണ്ടി, സ്ഥാപനത്തെ ഇല്ലാതാക്കാൻ വേണ്ടി മറ്റ് ലൈസൻസ് ഇല്ലാത്ത സ്പായില് ഉടമസ്ഥർ ചെയ്തിട്ടുള്ള കൊട്ടേഷൻസിന്റെ ഭാഗമാണെന്നുള്ളതാണ് ഉടമയുടെ വാദം. പക്ഷെ അത് പൂർണ്ണമായി പോലീസിന്റെ തെളിവുകൾ ലഭിച്ചിട്ടില്ല. അത്തരം തെളിവുകളോ മറ്റു സാഹചര്യങ്ങളോ ഇല്ല എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഒപ്പം പ്രതികളുടെ മൊഴികൾ ഈ പണപ്പിരിവിനും ഗുണ്ടാപ്പിരിവുമായി ബന്ധപ്പെട്ടെത്തിയാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയുള്ള ഒരു തെളിവ് കൂടി പോലീസ് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ ദൃശ്യങ്ങളും ഒക്കെ കിട്ടിയതുകൊണ്ടാണ് ഇത് ഗുണ്ടാപ്പിരിവിന്റെ ഭാഗമായുള്ള ആക്രമണമാണ് അല്ലെങ്കിൽ കൂട്ടബലാത്സംഗമാണെന്ന് പോലീസ് എത്തിച്ചേർന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ 6 പ്രതികൾ മാത്രമാണ് ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഷിൻഡോ പി സണ്ണിയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് 7ാം പ്രതിയാണ്. അത് ഈ കേസിൽ 1ാം പ്രതിയായ മരണസുബിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഷിൻഡോയെ കസ്റ്റഡി എടുത്തിട്ടുള്ളത്. എന്തായാലും വിശദമായി ചോദ്യം ചെയ്യുക വരികയാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ തിരുവല്ലയിലെ ഏതൊക്കെ തരത്തിൽ ഈ ഗുണ്ടകൾ അല്ലെങ്കിൽ ഈ പിടിക്കപ്പെട്ടവർ നടത്തിയിട്ടുള്ള കേസുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ മറ്റ് അക്രമങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ സ്ഥിരമായി പോലീസ് പരിശോധിച്ച് വരുന്നു. ഒപ്പം ഈ ആക്രമണത്തിന് പിന്നിൽ ഏതെങ്കിലും കാര്യത്തിൽ മറ്റ് ആരുടെയെങ്കിലും ഇടപെടലുണ്ടോ, ആരുടെയെങ്കിലും ഇടപെടൽ കൊണ്ടാണോ ഇത്തരത്തിൽ ആക്രമണം നടത്തിയെന്നുള്ള കാര്യം കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നുണ്ട്. ഒപ്പം ഈ അനധികൃതമായി ലൈസൻസ് ഇല്ലാതെ തിരുവല്ലയിൽ പ്രവർത്തിക്കുന്ന സ്പാ സെന്ററുകളിൽ പോലീസ് പരിശോധന കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടത്തി വരികയാണ്. കൃത്യമായ ലൈസൻസോട് കൂടി മാത്രമേ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. അങ്ങനെ അനധികൃതമായ സെന്റർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവിടങ്ങളിൽ പരിശോധന കർശനമാക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. അത്തരത്തിൽ പരിശോധന കൂടി തിരുവല്ലയിൽ വ്യാപകമായിട്ടുണ്ട്. എന്തായാലും ഉടമ വ്യക്തമാക്കുന്നത് ഈ കൃത്യമായി ഇത് കൊട്ടേഷൻ ആണെന്നുള്ളതാണ്. ഒരുപക്ഷെ ആ ഒരു തരത്തിലേക്കും പോലീസ് ഇത് അന്വേഷിക്കാൻ സാധ്യതയുണ്ട്. കാരണം വിവാദമായ ഒരു കേസാണ്. പോലീസിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നതാണ്.
ആ പോലീസും ഈ ഗുണ്ടകളും തമ്മിൽ അവിശുദ്ധ കൂട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ ഒരു കാര്യമാണ്. അത്തരത്തിലൊരു വിവാദമായ കേസാണ്. അതുകൊണ്ട് ആഭ്യന്തരത്തിലുള്ള അന്വേഷണം കൂടി ഇതിനുണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കിയത്. വരും ദിവസങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ലഭിക്കുമെന്നുള്ളതാണ് സൂചന. വ്യക്തമാണ്. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പോലീസിനെതിരെ പോലും ആക്ഷേപം ഉണ്ടായൊരു കേസ് കൂടിയാണ് തിരുവല്ല സ്പായിലെ കൂട്ടബലാത്സംഗം. മാസപ്പടി ആരോപണം ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ട്. അതിനിടെയാണ് കേസിലെ എല്ലാ പ്രതികളും പോലീസിന്റെ പിടിയിലായി. തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ മോഷണം. 2 കോടി രൂപ വിലമതിക്കുന്ന ആനക്കൊമ്പുകളാണ് മോഷണം പോയത്. DJ പാർട്ടിക്കായി വന്നവരാണ് മോഷണം നടത്തിയതെന്നാണ് FIR. അതീവ സുരക്ഷാ മേഖലയിലുണ്ടായ മോഷണത്തിൽ അന്വേഷണം തുടങ്ങി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് BV അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഇതാണ് ഏറെ ഞെട്ടലുളവാക്കിയൊരു കാര്യം. കാരണം അതീവ സുരക്ഷാ മേഖലയിലാണ് ഈ രീതിയിലുള്ളൊരു മോഷണം ഉണ്ടായത്. എന്നാണ് ഈ സംഭവം? പ്രതികളെക്കുറിച്ച് സൂചനയുണ്ടോ? തെളിവുകൾ ലഭ്യമായിട്ടുണ്ടോ? സേനയ്ക്കാകെ നാണക്കേടായ സംഭവമാണ്. പാങ്ങോട് മിലിറ്ററി ഏരിയ എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ഏറ്റവും തന്ത്രപ്രധാനമായ, ഏറ്റവും സുരക്ഷാ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. ആ മിലിറ്ററി ഏരിയയിലൂടെ കടന്നു പോകണമെങ്കിൽ തന്നെ കൃത്യമായ പരിശോധനകൾക്ക് വിധേയമാകേണ്ടതുണ്ട്. അവിടെ വാഹനങ്ങൾ നിർത്തിയിടാൻ പോലും, ആ റോഡിൽ പോലും പാങ്ങോട് നിന്ന് തിരുമലയിലേക്കുള്ള, അവിടെ നിന്ന് വഴുതക്കാടേക്കുള്ള, പൂജപ്പുരയിലേക്കുള്ള റോഡിലൂടെ സാധാരണ യാത്രക്കാർ പോകണമെങ്കിൽ പോലും വലിയ സുരക്ഷാ പരിശോധനകൾക്ക് ശേഷമാണ് പലപ്പോഴും കടത്തിവിടാറുള്ളത്. അവിടെയാണ് അത്ര സുരക്ഷാ പ്രാധാന്യമുള്ള മേഖലയിലാണ്, അതിനുള്ളിലാണ് ഈ ക്യാമ്പിലെ മെസ്സ് ഉള്ളത്. ആ മെസ്സിനകത്തേക്ക് മിലിറ്ററി ഏരിയയിലേക്ക് കടക്കണമെങ്കിൽ കർശനമായ സുരക്ഷാ പരിശോധന വിധേയരാകണം. അങ്ങനെയുള്ളൊരു ക്യാമ്പിൽ കടന്നാണ് 2 കോടിയോളം വില വരുന്ന 97 വർഷം പഴക്കം. 97 വർഷം എന്ന് പറയുമ്പോൾ അത് സേനയ്ക്ക് കിട്ടിയിട്ട് 97 വർഷം. 1920കളിൽ സേനയ്ക്ക് സർക്കാർ സമ്മാനിച്ച ആനക്കൊമ്പുകളാണ് 2 എണ്ണം. 2 കോടിയിൽ പരം രൂപ വിലമതിക്കുന്ന ആനക്കൊമ്പുകളാണ്. അതാണ് അവിടെ കടന്ന് മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ആരാണ് മോഷ്ടിച്ചെന്ന കാര്യത്തിൽ വ്യക്തതയില്ലെങ്കിൽ പോലും 11-12 തീയതികൾ, 11-ാം തീയതി രാത്രിക്കും 12-ാം തീയതി രാവിലെ 9 മണിക്കും ഇടയുള്ള സമയത്താണ് ഇത് മോഷണം പോയെന്നാണ് പോലീസിൻ്റെ FIR പറയുന്നത്. അന്ന് അവിടെ ഒരു തലേദിവസം 11-ാം തീയതി രാത്രി ഒരു DJ പാർട്ടി ഈ ക്യാമ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ സംഘടിപ്പിച്ച ഒരു ആഘോഷങ്ങളുടെ ഭാഗമായി DJ പാർട്ടി നടന്നു. 18ഓളം പേർ പുറത്തുനിന്ന് ഇവിടെ എത്തിയിരുന്നു. ഈ DJ പാർട്ടിക്ക് മെസ്സിലടക്കം അവർ എത്തിയിട്ടുണ്ട്. ആ സംഘത്തിലെ ആരെങ്കിലും ആണോ മോഷ്ടിച്ചതെന്ന കാര്യത്തിലാണ് ഇപ്പോൾ സംശയമുള്ളത്. അങ്ങനെ വരുമ്പോഴും ഈ ആരുടെയും അനുമതിയില്ലാതെ, അറിവില്ലാതെ, സഹായമില്ലാതെ, ഉദ്യോഗസ്ഥരുടെയോ അല്ലെങ്കിൽ അവിടുത്തെ കരാർ ജീവനക്കാരുടെയെങ്കിലും സഹായമില്ലാതെ എങ്ങനെയാണ് ഇവർ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയത്? ക്യാമ്പിനുള്ളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ മാത്രമല്ല, പുറത്തു പോകുമ്പോഴും കർശനമായ സുരക്ഷാ പരിശോധനകൾക്ക് എല്ലാവരും വിധേയരാകേണ്ടതുണ്ട്. അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇത് പുറത്തുപോയെന്ന ചോദ്യമാണ് ഉയർന്ന് വരുന്നത്. ഏതായാലും സേനയ്ക്ക് വലിയ നാണക്കേടുണ്ടാക്കിയിട്ടുണ്ട്, ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. സേനയുടെ അതാണ് കാരണം അവിടെ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആരുടെ ഭാഗത്തു നിന്നാണ് വീഴ്ച ഉണ്ടായത്? കാരണം ഇതുപോലെ തന്ത്രപ്രധാനമായിട്ടുള്ളൊരു സ്ഥലമാണ്, അതീവ സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെ നിന്ന് മോഷണം പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ അവരുടെ ഭാഗത്തും വീഴ്ചയില്ല, നടപടി ഉണ്ടാകേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഇതുവരെയും സേനയോ അവരുടെ വക്താക്കളോ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾക്ക് തയ്യാറായിട്ടില്ല. ആരും ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ തേടാൻ നമ്മൾ വിളിക്കുമ്പോൾ ഫോൺ പോലും അറ്റൻഡ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. വളരെ രഹസ്യാത്മകമായി സേന വച്ചിരുന്ന കാര്യമാണ്. പക്ഷേ ഒരു മോഷണം നടക്കുമ്പോൾ സ്വാഭാവികമായും അത് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. അതും മെസ്സിനുള്ളിൽ നിന്നാണ് ഇത് മോഷണം പോയിരിക്കുന്നത്. അങ്ങനെ പോലീസിൽ നിന്നാണ് വിവരം ചോരുന്നത്. FIR പോലീസ് രജിസ്റ്റർ ചെയ്ത വിവരമാണ് രാവിലെ പുറത്തു വന്നത്. അതും സേനയ്ക്ക് വലിയ നാണക്കേടായി മാറിയെന്നാണ് അവരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ അവർ ഇതുവരെയും പുറത്തുവിട്ടില്ല. എല്ലാം പോലീസ് തന്നെ അന്വേഷിക്കേണ്ട നിലപാടാണ് സേനയ്ക്കുള്ളത്. കാരണം അകത്ത് ഉള്ള ആരുടെയും സഹായം ഉണ്ടായിരുന്ന കാലത്ത് സേനയ്ക്കുള്ളിലും സംശയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് അന്വേഷണത്തിൽ വിവരങ്ങൾ പുറത്തുവിട്ടെ. പോലീസാകട്ടെ ഒന്നും ഇതുവരെ വിട്ട് പറയുന്നില്ല. അല്പസമയം നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടുമ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടേ ഉള്ളൂ. സേന നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഈ 18 പേരെയും കണ്ടെത്തി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഒരു DJ പാർട്ടി ഏതെങ്കിലും പ്രത്യേക സംഘത്തിന്റെ DJ പാർട്ടി നടത്തിയവരെ തന്നെയാണോ സംശയമുള്ളത്? അങ്ങനെയെങ്കിൽ അന്വേഷണം മറ്റ് തടസ്സങ്ങളൊന്നുമില്ല. കാരണം അവരെ കണ്ടെത്തുക, ചോദ്യം ചെയ്യുക, അത്തരം നടപടികളിലേക്ക് കടന്നിട്ടുണ്ടോ? ഈ DJ പാർട്ടിക്ക് എത്തിയവരെ ചോദ്യം ചെയ്യാനുള്ള നടപടികൾ ഉടനുണ്ടാകുമോ? ആ നടപടികൾ പുരോഗമിക്കുന്നുവെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇത് 18 പേർ എന്ന് പറയുമ്പോൾ ഒരു ടീമായിരുന്നില്ല, പല സംഘങ്ങളായിരുന്നു. ഗായകർ ഒരു സംഘമാണെങ്കിൽ അതിൻ്റെ മറ്റനുബന്ധ സംഗീതോപകരണം കൈകാര്യം ചെയ്യുന്ന മറ്റൊരു വിഭാഗമായിരുന്നു. അതുപോലെ തന്നെ ലൈറ്റ് ആൻഡ് സൗണ്ട് മറ്റൊരു വിഭാഗമായിരുന്നു. ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ ഉള്ള ഒരു സംഘമാണത് നടത്തിപ്പിൽ എത്തിയത്. അവരിൽ ആരെങ്കിലും ആയിരിക്കാം എന്നൊരു നിഗമനം മാത്രമാണ് ഇപ്പോൾ, ഊഹം മാത്രമാണ് പോലീസിനുള്ളത്. പക്ഷേ അവരുടെ എങ്ങനെയാണ് അവർക്ക് ഈ ക്യാമ്പിനുള്ളിൽ ഇത്ര വിലവെടുപ്പുള്ള
ആനക്കൊമ്പുകൾ ഉണ്ട് എന്ന കാര്യം അറിയാൻ കഴിയുക. അത് അറിഞ്ഞാൽ തന്നെ അത് കൊണ്ടുപോകാനുള്ള ധൈര്യം അത്ര പെട്ടെന്നൊന്നും ഒരു സ്ഥിരം ക്രിമിനൽ സംഘമോ അല്ലെങ്കിൽ ഇത്തരം മോഷണം നടത്തി പരിചയമുള്ളവർക്കോ അല്ലാതെ അതിനുള്ള ധൈര്യം കിട്ടില്ല. കാരണം സേനയുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രത്തെ കടന്നു കയറി അവിടെ നിന്ന് ആനക്കൊമ്പ് മോഷ്ടിച്ച് പുറത്തേക്ക് കൊണ്ടുപോവുക, അത് വിൽക്കാൻ ശ്രമിക്കുക എന്നുള്ളതൊക്കെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ആസൂത്രണം നടന്നിട്ടുണ്ട്. ഈ മെസ്സിൽ ഇതുണ്ട് എന്ന് വ്യക്തമായി അറിയാവുന്ന ആരോ ഇവരെ സഹായിച്ചിരിക്കണം. അത് സേനയുടെ ഉദ്യോഗസ്ഥർ തന്നെയാണോ അല്ലെങ്കിൽ അവിടെ നിരവധി കരാർ ജീവനക്കാരും ഈ ക്യാമ്പിലൊക്കെ ഉണ്ട്, ആ കരാർ ജീവനക്കാരാണോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പ്രധാനമായി അന്വേഷിക്കുന്നത്. വളരെ രഹസ്യാത്മകമായ അന്വേഷണം തന്നെ ഇതിൻ്റെ ഭാഗമായി നടക്കുമെന്നാണ് മനസ്സിലാവുന്നത്. കാരണം ഈ വിവരം പുറത്തു വന്നതിൽ പോലും സേനയ്ക്ക് വലിയ അതൃപ്തിയുണ്ട്. മോഷണം അവരുടെ ക്യാമ്പിനുള്ളിൽ നടന്നു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ഇത്തരത്തിൽ മാധ്യമങ്ങളിൽ വാർത്തയാകുന്നതും അത് പോലീസ് വിവരം പുറത്തുവിട്ടതിലുമൊക്കെ ഈ സേനയുടെ പ്രധാനികൾക്ക് തന്നെ വലിയ അമർഷമുണ്ട്. ഏതായാലും അതുകൊണ്ട് ഈ അന്വേഷണം കുറച്ചുകൂടി രഹസ്യാത്മകമായിരിക്കും. ആരാണ് ഇതിൽ പ്രതി എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. ഈ 18 പേരെ മാത്രം കേന്ദ്രീകരിച്ചാണോ അല്ലെങ്കിൽ അവർക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള സഹായം ഉള്ളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള കാര്യമാണ് വ്യക്തമാകേണ്ടത്. വ്യക്തമാണ്. വി അരുണാണ് വിവരങ്ങൾ. കൊല്ലത്ത് വീണ്ടും വൻ സൈബർ തട്ടിപ്പ്. 67കാരന് 1,65,00,000 രൂപ നഷ്ടമായി. കുണ്ട്ര സ്വദേശിയെ ട്രേഡിങ്ങിലൂടെ പണം സമ്പാദിക്കാമെന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് വഴി ബന്ധപ്പെട്ടാണ് തട്ടിപ്പ് നടത്തിയത്. വിനീഷ് ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. വിനീഷ്, ഇതിപ്പോൾ പതിവായി കേൾക്കുന്ന കാര്യമാണ് ഈ സൈബർ തട്ടിപ്പ്. അതും വയോധികരെയാണ് കൂടുതലും കബളിപ്പിക്കുന്നത്, അല്ലെങ്കിൽ വീട്ടമ്മമാരെ. ഇവിടെ ഒരു 67കാരനാണ് 1.5 കോടിയിലധികം രൂപ നഷ്ടമായിരിക്കുന്നത്. ഇതെങ്ങനെയായിരുന്നു തട്ടിപ്പിൻ്റെ രീതി? ടോം, തീർച്ചയായും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ കൊല്ലം ജില്ലയിൽ ഇത്തരത്തിലുള്ള സൈബർ തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണുള്ളത്. ശരിക്കും പറഞ്ഞാൽ മുൻപ് നമ്മൾ സമാനമായ രീതിയിൽ നിരവധി വാർത്തകൾ നൽകിയതാണ്. വെർച്വൽ അറസ്റ്റ് വരെ ഉണ്ടായിട്ടുണ്ട്. അതും ഒരു ഡോക്ടറെ കൊട്ടാരക്കര പോലീസ് ഇടപെട്ട് ഡോക്ടറെ രക്ഷപ്പെടുത്തിയ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മുൻപ്. ഇത്തരം സംഭവങ്ങൾക്ക് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു വാർത്തയും കൂടി പുറത്തു വരുന്നത്. കുണ്ട്ര സ്വദേശിയാണ്. 67കാരൻ്റെ കോടിക്കണക്കിന് രൂപയാണ് നഷ്ടപ്പെട്ടത്. ഏകദേശം 1.5 കോടി രൂപയോളം അയാളുടെ ബാങ്കിൽ നിന്ന് നഷ്ടപ്പെട്ടു. വീണ്ടും നഷ്ടപ്പെടാതിരിക്കാനായിട്ട് പണം വിഡ്രോ ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ തട്ടിപ്പ് അദ്ദേഹം തിരിച്ചറിയുന്നത്. ടോം, എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിക്കുന്നു. കഴിഞ്ഞ ദിവസം ഏകദേശം ഒരു 2025 സെപ്റ്റംബർ മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള കാലയളവിൽ ഇയാൾ പല അക്കൗണ്ടുകളിലായിട്ട് പൈസ നിക്ഷേപിച്ചതായിട്ടാണ് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത്. അതിൻ്റെ രേഖകളും 67കാരൻ പരാതിയോടൊപ്പം തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. ഇത് ആദ്യം ഇയാൾക്ക് ഫേസ്ബുക്കിലൂടെ ഒരു ലിങ്ക് ലഭിക്കുന്നു. ഈ ലിങ്കിൽ ട്രേഡിങ്ങിനെ കുറിച്ചായിരുന്നു. അപ്പോൾ കൂടുതൽ അറിയാനായിട്ട് അവരുമായിട്ടൊന്ന് ജസ്റ്റ് ചാറ്റ് ചെയ്തപ്പോഴാണ് നമ്പർ ആവശ്യപ്പെടുകയും അങ്ങനെ വാട്സപ്പ് കോളുകൾ വഴിയും വാട്സപ്പ് ചാറ്റിങ്ങിലൂടെയും ട്രേഡിംഗ് അക്കൗണ്ടുകളെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ, അതായത് വിശ്വാസത ജനിപ്പിക്കുന്ന തരത്തിൽ ഒരുപാട് ലിങ്കുകൾ അയച്ചു കൊടുക്കുന്നു. ഈ ലിങ്ക് നിരവധി വെബ്സൈറ്റുകളുടേതാണെന്നാണ് പറയപ്പെടുന്നത്. ഈ വെബ്സൈറ്റുകളിലെല്ലാം തന്നെ ഇയാളുടെ മൊബൈൽ നമ്പറുകളും വ്യക്തിഗത വിവരങ്ങളും അടക്കം രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. തുടർന്നാണ് വിവിധ അക്കൗണ്ടുകളിലായിട്ട് പണം നിക്ഷേപിക്കാനുള്ള രീതിയിലേക്ക് എത്തിയത്. ആദ്യം ലക്ഷങ്ങൾ നിക്ഷേപിക്കുന്നു. അങ്ങനെ പല തവണയായിട്ട് ഏകദേശം 1.5 കോടി 1,65,00,000 പരം രൂപകളാണ് പല അക്കൗണ്ടുകളിലായിട്ട് പല ഈ ട്രേഡിംഗ് കമ്പനികളുടെ അക്കൗണ്ടുകളിലായിട്ട് നിക്ഷേപിക്കപ്പെട്ടത്. ഇതെല്ലാം പണം ഇരട്ടിച്ച് നൽകും എന്നുള്ളൊരു മോഹന വാഗ്ദാനമായിരുന്നു ഈ 67കാരന് അവർ നൽകിയത്. പണം നഷ്ടപ്പെടുന്നതല്ലാതെ തിരികെ ഒരു പണവും ലഭിക്കാതെ വന്നതോടു കൂടിയാണ് ബാങ്ക് അക്കൗണ്ടിൽ കിടന്ന മറ്റ് പൈസയും കൂടി വിഡ്രോ ചെയ്യാനായിട്ട് പോയപ്പോഴാണ് ആ പൈസയും എടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് എത്തി. അപ്പോഴാണ് തനിക്ക് ഈ കബളിപ്പിക്കപ്പെട്ടു എന്ന് താൻ മനസ്സിലായത്. തുടർന്ന് സൈബർ സെല്ലിൽ പരാതി നൽകുകയാണ് ചെയ്തത്. അപ്പോൾ സമാനമായ രീതിയിൽ മുൻപും ഇത്തരത്തിലുള്ള പരാതികൾ വന്നതായിട്ട് സൈബർ പോലീസ് ഈ വയോധികനെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ വലിയൊരു തട്ടിപ്പാണ്. ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ വീണ്ടും ജില്ലയിൽ വർദ്ധിച്ചു വരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സമാനമായ മറ്റൊരു വാർത്തയും കൂടി റിപ്പോർട്ട് ചെയ്തിരുന്നു. കൊട്ടാരക്കര സ്വദേശിയായ ഒരാളുടെ ഇത് സമാനമായ രീതിയിൽ പൈസ നഷ്ടപ്പെട്ട വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നാൽ തൊട്ടു പിന്നാലെയാണ് കുണ്ട്ര സ്വദേശിയായ 67കാരൻ്റെ പൈസയും അത് പണം കോടിക്കണക്കിന് പണം നഷ്ടപ്പെട്ടു ആയിട്ടൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കേട്ടോ. വ്യക്തമാണ്. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണ്. കാരണം പല പ്രലോഭനങ്ങളുമായി സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും നമ്മളെ സമീപിച്ചേക്കാം. എളുപ്പത്തിൽ പണം ഉണ്ടാക്കാം, ഇരട്ടി ലാഭം ലഭിക്കാം.
ചെറിയ പണം നിക്ഷേപിച്ചാൽ മതി, വലിയ തുക തിരിച്ചു കിട്ടുമെന്ന രീതിയിലുള്ള പല പ്രലോഭനങ്ങളും ഉണ്ടാകാം. അതിൽ വീണാൽ ഉണ്ടാകുന്ന അപകടമാണ് ഇപ്പോൾ എസ് വിനീഷ് സൂചിപ്പിച്ചത്. 67-കാരനാണ് 1.5 കോടിയിലധികം രൂപ ട്രേഡിംഗ് തട്ടിപ്പിലൂടെ നഷ്ടമായി. കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് ഫുട്പാത്തിലൂടെ നിയമം ലംഘിച്ചെത്തിയ സ്കൂട്ടർ വയോധിക തടഞ്ഞ സംഭവത്തിൽ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. സ്കൂട്ടർ ഉടമയ്ക്കെതിരെ കേസെടുത്തു. രേഖകളുമായി ഹാജരാകാൻ സ്കൂട്ടർ ഉടമയോട് ആവശ്യപ്പെട്ടതായി മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. കോഴിക്കോട് എരഞ്ഞിപ്പാലം സ്വദേശിനിയായ പ്രഭാവതി അമ്മയാണ് ഒറ്റ ദിവസം കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ താരമായി മാറിയത്. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. കൺമുന്നിൽ നിയമലംഘനം കണ്ടാൽ ഇനിയും നേരിടുമെന്ന് പ്രഭാവതി അമ്മ പറഞ്ഞു. ഞാനിവിടുന്ന് പോകുമ്പോൾ പിന്നെ ഇങ്ങനെ അയാൾ ഇങ്ങനെ എതിരെ വരുന്നു, നിങ്ങൾ കാണുന്നില്ലല്ലോ വീഡിയോ. അപ്പോൾ എന്നോട് മാറാനാണ് പറയുന്നത്. ഞാൻ എങ്ങോട്ടാണ് മാറുക നിങ്ങൾ ചോദിക്കും. നോക്കൂ, ഒരു ഫുട്പാത്തിൽ പോകുന്ന ഒരു കാൽനട യാത്രക്കാരനോട് പറയുകയാണ് വണ്ടിയിൽ വന്നിട്ട് നിങ്ങൾ മാറുമെന്ന് പറഞ്ഞാൽ അവൻ്റെതാണ് ഈ സ്ഥലം എന്നുള്ളതല്ലേ അവൻ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എങ്ങോട്ട് മാറാം, റോഡിലേക്ക് പോകുന്നു ചോദിച്ചു. അപ്പം പറഞ്ഞു അപ്പോൾ അവൻ വണ്ടി ചരിച്ചിട്ട് എന്നോട് ഇതിലെ പൊക്കോളൂ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് എൻ്റെ വഴിയിലൂടെ പോകണം, ഇത് ഫുട്പാത്ത് ഞങ്ങൾക്ക് പോകാനുള്ളതാണ്, കാൽനട യാത്രക്കാരന് പോകാനുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ഡയലോഗ് അടിച്ചു. അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു നിങ്ങൾ നിയമം പറയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിയമമല്ല, നിയമത്തിൻ്റെ വഴിക്ക്, അതെനിക്കറിയാലോ നിയമത്തിൻ്റെ വഴി ഇതാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിയമത്തിൻ്റെ വഴിക്ക് ഞാൻ എൻ്റെ വഴിക്ക് പോകണം, എനിക്ക് വഴിക്ക് പോകണം. അപ്പോൾ അവന് തർക്കിച്ച് ഞാൻ അപ്പോഴാണ് തർക്കം ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഒന്ന് ഒരു നമ്പറെങ്കിലും നമുക്ക് വേണമല്ലോ, ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് നമുക്ക് ഫീസ് കിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ എടുത്ത് പിന്നെ വിളിച്ചു ഫോൺ ചെയ്യാൻ നോക്കിയപ്പോൾ അവന് മനസ്സിലായി. അപ്പോൾ എന്നോട് പറഞ്ഞു അവന് ഇങ്ങനെ ടേൺ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ടേണിങ് ഇല്ല, നിങ്ങൾക്ക് ബാക്കോട്ട് എടുക്കാം, ടേണിങ്ങിന് ഞാൻ തരില്ല, അത് ഉറപ്പാണ്. എൻ്റെ കവർ ചെയ്ത് അപ്പോൾ പിന്നെ ഞാൻ ഇത് എന്താ പറയുക, അവന് വേണമെങ്കിൽ സ്പീഡ് അടിച്ചിട്ട പോക്ക് പോകാം. ഞാൻ പോയിട്ടുണ്ട് പലരും എന്നോട് ഇതാ ഇളനീ കുടിക്കാൻ പോകുകയെന്ന് പറഞ്ഞിട്ട് അതിലെ പോയിട്ട് ഒറ്റയടിക്ക് കയറിപ്പോയിട്ടുണ്ട് അവർ. അപ്പോൾ അതൊക്കെ ഞാൻ അനുഭവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല നിങ്ങൾ ബാക്കോട്ട് എടുക്കുമെന്ന് പറ്റുള്ളൂ. അപ്പോൾ അവൻ ബാക്കോട്ട് എടുത്തു, ഇത് ഉള്ളതുകൊണ്ട് അവൻ ബാക്കോട്ട് എടുത്തു പോകുമ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾ ജയിച്ചു എന്ന് എനിക്കൊരു കോംപ്ലിമെൻറ്റ് തന്നിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ ഇങ്ങനെ എല്ലാവരും ആളുകളൊക്കെ നോക്കുന്നുണ്ട്, ട്രാഫിക് ജാമുണ്ട്. അപ്പോൾ എല്ലാവരും മുകളിലോട്ട് നോക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് വീഡിയോ പിടിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ വീഡിയോ ആണെന്നൊന്നും അറിയുന്നില്ല, ക്യാമറയല്ലേ. അപ്പം ഞാൻ എൻ്റെ ധാരണയിൽ അവൻ ഫോട്ടോ എടുത്താണ്, അവിടെയുള്ള ആരെങ്കിലും സ്റ്റാഫോ അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാരോ എടുത്താണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഈ എരഞ്ഞിപ്പാലം സ്വദേശിനി പ്രഭാവതി അമ്മ ഈ സമൂഹത്തിന് മാതൃകയാണ്. കാരണം നമ്മളൊക്കെ പലപ്പോഴും നിയമലംഘനങ്ങൾ കണ്ടാൽ കണ്ണടച്ച് പോകുന്നവരാണ്, പലപ്പോഴും പ്രതികരിക്കാൻ തയ്യാറാകാറില്ല. ഇനി പ്രതികരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ദുരനുഭവങ്ങൾ നമുക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് പലരും ഈ രീതിയിൽ നിയമലംഘനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മൗനം പാലിക്കുന്നത്. ഈ പ്രഭാവതി അമ്മയുടെ നടപടി പലർക്കും ഒരു താക്കീതാണ്. കാരണം ഇങ്ങനെ ഫുട്പാത്തിലൂടെ ഇരുചക്ര വാഹനം കയറ്റിക്കൊണ്ടുവരുന്ന നിരവധി ആളുകളുണ്ട്. അത് കാൽനട യാത്രക്കാർക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് പലരും മനസ്സിലാക്കാറില്ല. എന്താണ് പ്രഭാവതി അമ്മ പറയുന്നത്? മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള തുടർ നടപടികൾ എങ്ങനെയാണ്? ടോം, കോഴിക്കോട് നഗരത്തിൽ മാത്രമല്ല സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലും ഇതുപോലെ ഫുട്പാത്തുകൾ കൈയേറിയുള്ള അനിയന്ത്രിതമായ യാത്ര നടക്കുന്ന സാഹചര്യമാണ്. പ്രത്യേകിച്ചും ഇരുചക്ര വാഹന യാത്രികർ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിയാണ് പലപ്പോഴും ഇത്തരത്തിൽ യാത്ര ചെയ്യുന്നത്. ഇവിടെ തന്നെ പ്രഭാവതി അമ്മ ആദ്യമായല്ല ഇത്തരത്തിൽ ഈ വാഹനം തടയുന്നത്. നേരത്തെയും സമാനമായ രീതിയിൽ തന്നെ സ്കൂട്ടർ തടയുകയും ഹെൽമെറ്റ് ഒക്കെ ധരിച്ച ആള് ഇവരോട് എതിർത്ത് സംസാരിക്കുകയും അയാളുടെ മുഖത്തടിച്ചു എന്ന് പോലും ഇവർ പറയുന്നുണ്ട്. ഒപ്പം മോട്ടോർ വാഹന വകുപ്പിന്റെ ആപ്പിലൊക്കെ പലതവണ ഇവർ ദൃശ്യങ്ങളടക്കം പരാതി നൽകിയിട്ടുണ്ട്. പലപ്പോഴും ഇത്തരം യാത്രക്കാരെ പിടികൂടുകയും ക്ലാസ് നൽകി വിട്ടയക്കുകയുമാണ് ചെയ്യാറ്. പക്ഷേ ഇത്തവണ ഈ ദൃശ്യങ്ങൾ വടകര സ്വദേശിയായ ഒരു യുവാവ് പകർത്തുകയും സമൂഹ മാധ്യമത്തിൽ പങ്കുവെക്കുകയുമാണ്. അങ്ങനെയാണ് ഒരു അപ്രതീക്ഷിത പ്രശ്നത്തിലേക്ക് പ്രഭാവതി അമ്മ എത്തിയത്. വലിയ ഒരു പബ്ലിസിറ്റി ഇവരെ ലഭിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതിന് പിന്നാലെ ഒരുപാട് ആളുകൾ അവരെ വിളിക്കുന്നുണ്ട്. ജില്ലാ കളക്ടറും ഗതാഗത മന്ത്രിയും അടക്കമുള്ളവരൊക്കെ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് ഈ വാഹന ഉടമയെ കണ്ടെത്തുകയും അയാൾക്കെതിരെ
ഇവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത് മോട്ടോർ വാഹന വകുപ്പ്. രേഖകളടക്കം ഹാജരാവാൻ സ്കൂട്ടർ ഉടമയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മോട്ടോർ വാഹന വകുപ്പ് പറഞ്ഞു. ഒപ്പം ഇയാളെ ഡ്രൈവിംഗ് പരിശീലനത്തിനായി അയക്കുമെന്നും വ്യക്തമാക്കിയിരിക്കുന്നുണ്ട്. ഒപ്പം തിരക്കേറിയ ജംഗ്ഷനുകളിൽ മറ്റ് ഉദ്യോഗസ്ഥരെ നിയമിക്കും. പോലീസുമായി ചേർന്ന് ഇത്തരം പരിശോധനകൾ നടത്തുന്ന ഒരു തീരുമാനത്തിലേക്കും എത്തിയിട്ടുണ്ട്. എന്തായാലും ശക്തമായ നിലപാടാണ് ഇക്കാര്യത്തിൽ ഈ പ്രഭാവതിയമ്മ സ്വീകരിച്ചത്. സമാനമായ രീതിയിൽ തന്നെ കണ്ണുകളിൽ കാണുന്ന നിയമലംഘനങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യുന്ന സ്വഭാവമാണ് പലർക്കുള്ളത്. കാരണം അതിന്റെ പരിണിത ഫലങ്ങൾ വളരെ മോശമായിരിക്കാം. മറുവശത്തുള്ള ആൾ ഏത് രീതിയിൽ പെരുമാറുമെന്നടക്കമുള്ള സംശയങ്ങളൊക്കെ ഉള്ള സാഹചര്യത്തിലാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അതൊന്നും ഭയക്കാതെ ശക്തമായ അവർ മുന്നോട്ട് പോയ ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഇനിയിപ്പോൾ പലരുടെയും മുന്നിൽ ഇത്തരം കാര്യങ്ങൾ നടന്നാൽ അതിനെതിരെ എതിർക്കുന്ന ഒരു പ്രവണത നമുക്കിടയിലേക്ക് വ്യാപിക്കാൻ ഈ ഒരു പ്രതികരണം സഹായിക്കുമെന്നും കരുതാം. വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്. എന്തായാലും പ്രഭാവതി അമ്മ സമൂഹ മാധ്യമങ്ങളിൽ മാത്രമല്ല ഈ നാടിൻ്റെ തന്നെ ഒരു താരമായി മാറിയിരിക്കുകയാണ്. കാരണം ഇങ്ങനെ പ്രതികരണ ശേഷിയുള്ള ഒരു തലമുറ ഉണ്ടെങ്കിൽ പല നിയമലംഘനങ്ങളും, കാരണം പോലീസ് പോലും കണ്ണടയ്ക്കുന്ന പല നിയമലംഘനങ്ങളും ഒരുപക്ഷെ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. ഇതുപോലുള്ള പ്രഭാവതി അമ്മമാരെ കണ്ടാണ് നമ്മുടെ പുതിയ തലമുറ വളരേണ്ടത്. പക്ഷേ അവിടെ പല വെല്ലുവിളികളുണ്ടാകാം. പ്രഭാവതി അമ്മയെപ്പോലെ പ്രതികരിച്ചു കഴിഞ്ഞാൽ പല പ്രതിസന്ധികളും വെല്ലുവിളികളും ഭീഷണിയൊക്കെ ഉണ്ടാകാം. പക്ഷെ അതിനെ തരണം ചെയ്ത് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ പുതിയ തലമുറ മുന്നോട്ട് വരികയാണെങ്കിൽ ഈ സമൂഹത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നേ. സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.